ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ കെ.ജെ. റീനയുടെ സ്ഥലം മാറ്റം തടഞ്ഞതിനെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സ്ഥലമാറ്റം സ്റ്റേ ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് നൽകിയ ഹർജിയിലാണ് വിധി. കാലാവധി കഴിഞ്ഞതിനാലാണ് സ്ഥലം മാറ്റം എന്നുള്ളതാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ പകർച്ചവ്യാധികളൊക്കെ ഈ പടർന്ന് പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക്, അതായത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് ഒരു കസേരകൾ നടക്കുകയാണ്. ഇതിനൊരു അവസാനം ഉണ്ടാവണം. അതുപോലെ തന്നെ സർക്കാരിനാണെങ്കിലും ആരോഗ്യമന്ത്രി കെ മുരളീധരനാണെങ്കിലും ഒരു അഭിമാന പ്രശ്നം കൂടിയാണിത്. കാരണം ഈ തുരപ്പൻ പണി കാണിക്കുന്ന ആളുകൾ ഈ സ്ഥാനത്ത് വേണ്ട, അവരെ ഞങ്ങൾ ഇനിയും തുടർന്നും നടപടി സ്വീകരിക്കുമെന്നുള്ള നിലപാടും അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു കോടതിയുടെ വിധി ഏറെ നിർണായകമായിരിക്കും അല്ലേ ഗോപാൽ? അതെ ഷിഹാസ്, ശ്രുതി. കാരണം ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഏത് അറ്റം വരെ പോയാലും റീനയെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്ന നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പകർച്ചവ്യാധി പ്രതിരോധം താളം തെറ്റിക്കിടക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കസേരകളി നടക്കുന്നു, പ്രതിരോധ യോഗം പോലും മുടങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അതിനെല്ലാം കാരണം ഈ പ്രശ്നമാണ് എന്ന തരത്തിലേക്കുള്ള വിമർശനം ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരത്ത് 4 മണിക്കാണ് ഈ കേസിൽ അപ്പീലിൽ ഹൈക്കോടതി വിധി പറയുന്നത്. കെ.ജെ. റീനയ്ക്ക് അനുകൂലമായി കഴിഞ്ഞ ദിവസം ട്രൈബ്യൂണലിൽ നിന്ന് ഇടക്കാല ഉത്തരവ് വന്നിരുന്നു. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ സർക്കാർ സമീപിച്ചിരിക്കുന്നത്. ഈ നടപടി സ്വാഭാവിക നടപടിയാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം. കാരണം നേരത്തെ 2 വർഷത്തേക്കായിരുന്നു കെ.ജെ. റീനയ്ക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തേക്ക് DHS സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ ഡെപ്യൂട്ടേഷൻ നിയമനം നൽകിയത്. പിന്നീട് 2025 ഫെബ്രുവരിയിൽ ഈ കാലാവധി പൂർത്തിയായതിന് പിന്നാലെ 1 വർഷം കൂടി അത് നീട്ടിക്കൊടുത്തു. ആ നീട്ടിക്കൊടുത്ത കാലാവധി ഈ ഫെബ്രുവരിയിൽ അവസാനിച്ചു. എന്നാൽ പിന്നീട് ആ കാലാവധി നീട്ടി നൽകിയില്ല. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് മൂലമാണ് റീന തലസ്ഥാനത്ത് തുടർന്നത്. സർക്കാർ മാറി, ഭരണം മാറിയപ്പോൾ സ്വാഭാവിക നടപടി എന്ന നിലയ്ക്ക് റീനയെ അവിടെ നിന്ന് മാറ്റി മറ്റൊരാളെ അവിടെ നിയമിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഒരു സമയത്ത് കെ മുരളീധരൻ അടക്കം പറഞ്ഞിരുന്നു ഇതിനെ അച്ചടക്ക നടപടിയായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്താണെങ്കിലും സർക്കാർ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത് ഇതൊരു സ്വാഭാവിക നടപടി എന്ന നിലയ്ക്കാണ്. അതിനാൽ തന്നെ ഇന്നത്തെ വിധി സർക്കാരിനും അതുപോലെ തന്നെ റീനയ്ക്കും ഒരേപോലെ നിർണായകമാണ്. ശരി ഗോപാൽ.